സാറേ, ഈ വയനാട്ടിൽ ഇന്നലെ ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യൻ BVSCക്ക് വെറ്റിനറി സയൻസിന് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യൻ്റെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന വാർത്തകൾ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദാരുണമായ ചിത്രങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകൾ ഇങ്ങനെയായിത്തീരുന്നത്? നമ്മളുടെ ക്യാമ്പസുകളിലേക്ക് വരുന്ന കുട്ടികൾ എങ്ങനെയായിത്തീരണം എന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം നമ്മൾ ഈ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ നല്ല മനുഷ്യരായി തീരണം എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ സങ്കല്പം. തീർച്ചയായിട്ടും. അത് അമ്മയായാലും അച്ഛനായാലും അധ്യാപകനായാലും അവൻ നല്ല മോനായി വരണം അല്ലെങ്കിൽ നല്ല മോളായി വളരണം എന്നാണ് ആഗ്രഹം. പക്ഷേ അങ്ങനെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനവും നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല എന്നുള്ളത് വലിയ ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, നമ്മൾ അധ്യാപകരുടെ ചുമതല എന്താണ്? നമ്മൾ അധ്യാപകരാണ്. തീർച്ചയായിട്ടും. അധ്യാപകരുടെ ചുമതല എന്ന് പറയുന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ ഇടപെട്ട് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാണോ? ഇവിടെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഒരാരും ഇടപെടാറില്ല. കുട്ടികൾ എന്ത് കാണിക്കുന്നുവോ ആ കാണിക്കുന്നതെല്ലാനും കാണിച്ചുകൊള്ളട്ടെ എന്ന് കരുതി മാറിപ്പോകുന്ന അധ്യാപകരാണ്. കാരണം കുട്ടികൾ അധ്യാപകരെ എങ്ങനെ സംരക്ഷിക്കുന്നവരല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ. ഏത് അധ്യാപകനും ഏത് കുട്ടിയിൽ നിന്നും അക്രമം നേരിടാവുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ സ്കൂളുകളിലും കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ നമ്മളുടെ ഒരു പൊതു മനുഷ്യ അവകാശ സംരക്ഷകരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന തീരുമാനമുണ്ട്. കുട്ടികളെ ചൂരൽ പോലും അടിക്കാൻ പാടില്ല. ആരാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. കാരണം വെച്ചാൽ പാഠശാലകളിൽ കുട്ടികളെ ശരിയായ രീതിയിൽ പരിരക്ഷിക്കുകയും വളർത്തുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ വളർന്നു വരികയും. അതിൽ അധ്യാപകൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അധ്യാപകനാണ് ഈ കുട്ടിയെ രൂപപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കുന്നത്. അതിന് മാറ്റം വരുത്തിയിരിക്കുക. അധ്യാപകർ ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ് എന്ന നിലക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അധ്യാപകൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഈ ദാരുണമായ സംഭവത്തിലേക്ക് വന്നാൽ അവിടെ ഒരുപാട് കുട്ടികൾ നിൽക്കുന്ന സമയത്താണ് ഈ ആൾക്കൂട്ട വിചാരണ നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയധികം കുട്ടികൾ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയെ ഇടിക്കുകയും തൊഴിക്കുകയും അയാളുടെ വാരിയിൽ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളും എന്നെ ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടത്തിൽ ഒരുത്തന് പോലും ഇതിനെ ചോദ്യം ചെയ്യാനോ അത്ര ഷണ്ഡീകരിക്കപ്പെട്ട ഒരു ക്യാമ്പസുകളായി മാറുന്നത് എങ്ങനെയാണ്? ഒരു കൂട്ടം ക്രിമിനൽസിന് വിദ്യാർത്ഥികളെ മൊത്തത്തിൽ നിശബ്ദരാക്കാവുന്നൊരു സാഹചര്യം വരുന്നു. ഒന്ന്. പിന്നെ സാറ് പറഞ്ഞത് ആ വിദ്യാർത്ഥികൾ മുഴുവനും ക്യാമ്പസിൻ്റെ നടുത്തളത്തിൽ നിർത്തി കൂട്ടവിചാരണ ചെയ്തുകൊണ്ട് ഭീകരമായിട്ടൊരു കുട്ടിയെ മർദ്ദിക്കുമ്പോൾ പേടിച്ചുകൊണ്ടാണ് കുട്ടികൾ നോക്കി നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും പേടിക്കാതെ ജീവൻ പണയം വെച്ച് ചെന്ന് അതിനെ തടുക്കേണ്ട അധ്യാപകർ അവർ കാഴ്ചക്കാരായി നിൽക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ അവർ സാക്ഷി പറയാൻ പോലും പേടിക്കുന്നത് ഈ ക്രിമിനൽസായ വിദ്യാർത്ഥികളെ പേടിച്ചിട്ടാണ്. ക്രിമിനൽസായിട്ടുള്ള വിദ്യാർത്ഥികളെ പേടിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നമ്മൾ ഈ ഭരണപക്ഷി എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയുടെ മാത്രം കാര്യമല്ല നോക്കേണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾ അവർക്കൊണ്ടൊരു ചുമതല. വൈകുന്നേരം വന്ന് ടിവിയുടെ മുമ്പിൽ നിന്ന് പ്രസ്താവന ഇറക്കൽ മാത്രമല്ല ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സജീവമായിട്ട് അവർ ആർജവത്തോടുകൂടി ഇടപെടാത്തത്? ആർജവത്തോടുകൂടി ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടാണ്. രണ്ട് കൂട്ടർക്ക് ഇതൊന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ അവരുടെ ഉപകരണങ്ങളാക്കി വളർത്തി വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ഒരു സർഗാത്മക ശേഷി ഒരു കാരണവശാലും ഡെവലപ്പ് ചെയ്യില്ല. പകരം അവനിലുള്ള ക്രിമിനൽ വാസനകൾ വളരുകയാണ് ചെയ്യുന്നത്. ക്രിമിനൽ വാസനകളെ വളർത്തുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുക. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം SFI പോലെയുള്ളതായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് ഇപ്പം മാത്രമല്ല, ഇതിനു മുമ്പ് പല സംഭവങ്ങളും അവർ പ്രതിസ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് അതിനെ തിരുത്തണ്ടേ? അവർ പറയുന്നത് തന്നെ വിശാലമായിട്ടുള്ള മാനവീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമാണ്. എന്ത് ജനാധിപത്യമാണ് ഇതിനകത്തുള്ളത്? എന്ത് മാനവീയതയാണുള്ളത്? എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഒരു മനുഷ്യനെ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ചേർന്ന് ആക്രമിച്ച് കൊലപാതകത്തിൻ്റെ വക്കുവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും അത് താങ്ങാൻ കഴിയാണ്ട് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ഇത് കൊലപാതകം ആത്മഹത്യ ചെയ്യുന്നതിന് പോലീസ് തീരുമാനിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നതിന്
ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മളെ ക്യാമ്പസുകളിലേക്ക് അയക്കാം? അതെ അതെ, ഒരിക്കലും അയക്കാൻ പറ്റാത്തൊരു സ്ഥലമായി ക്യാമ്പസ് മാറുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഈ ക്രിമിനലുകളുടെ ഒരു കൂട്ടം ക്രിമിനലുകളുടെ ഒരു ഭീതിപ്പെടുത്തുന്ന നേതൃത്വമാണോ ഇവരുടെ ശക്തിയായിട്ട് പോലും വ്യാഖ്യാനിക്കപ്പെടുന്നത് പല ക്യാമ്പസുകളിലും? അല്ല, ഇതെങ്ങനെയാണോ അങ്ങനെ വരുന്നതെന്ന് നമുക്ക് ഈ മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികളുടെ ഭയപ്പാടിൽ നിന്നുണ്ടായൊരു മൗനം ഉണ്ടല്ലോ, അതാണോ ഇവരുടെ പിന്തുണ എന്ന് പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന ഏത് സാഹചര്യമായാലും അതിനെ വെല്ലുവിളിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ? നമ്മളുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ എത്ര ധീരരായ മനുഷ്യരാണ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് പോരാടണ്ടേ? നമ്മുടെ കുട്ടികളുടെ മനസ്സങ്ങനെ വരണ്ടേ? നിലവിൽ നിൽക്കുന്ന ഗുണ്ടായിസത്തിനെതിരെ, ക്രിമിനലിസത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറ്റുന്ന തരത്തിൽ കുട്ടികളെ പാകപ്പെടുത്താൻ നമുക്ക് നമ്മുടെ ഈ നേതൃത്വത്തിന്, എന്ന് വെച്ചാൽ പൊതു നേതൃത്വത്തിന്, നമ്മുടെ സമൂഹത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടിയിലും അവരെല്ലാം തന്നെ അതിന് പറ്റാത്ത ആളുകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾ പോലും ഇതിനെ നേതൃത്വം കൊടുക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ കാണുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പസുകളുടെ മാത്രം പരാജയമല്ല ഇത് അവരുടെ മാത്രം പരാജയമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു പരാജയമാണ്. ശരിക്കും നേരത്തെ നമ്മൾ എന്താണ് വയനാട്ടിൽ തന്നെ ആദിവാസിയായിട്ടുള്ള മധുവിന ആളുകളെ കൂടെ തല്ലിക്കൊന്നത് നമ്മുടെ കേരളത്തിലാണ്, അട്ടപ്പാടിയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും നമ്മൾ നോക്കി കാണിച്ചു. ഈ നോക്കി നിൽക്കൽ എന്ന് പറയുന്നത് ഈ കാഴ്ചക്കാരാവലുണ്ട്. ആ നോക്കി നിൽക്കൽ കുറെ കൂടി ചെറുപ്പത്തിൽ പഠിച്ചെടുക്കുകയാണ് കുട്ടികൾ ക്യാമ്പസ്. കുട്ടികളത് കാണുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നത് കുറെ കാലം മുമ്പ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ കുളത്തിൽ ഒരാളെ മുക്കിക്കൊല്ലുന്നതൊക്കെ കണ്ട് മുഴുവൻ ആളുകൾ നിൽക്കുകയും മൊബൈൽ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവൻ കാഴ്ചക്കാരനായ, അവന് മനുഷ്യത്വമില്ല. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതത്തിൽ പെട്ടുപോയി എൻ്റെ ജോലി എന്താണ്? അവനെ സംരക്ഷിക്കില്ലേ? ഇവന് ആരും അവിടെ കൂട്ടുകാരില്ലായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കൂട്ടുകാരുണ്ടാവണമല്ലോ, പക്ഷേ ആ കൂട്ടുകാരൊക്കെ നിശബ്ദമാക്കപ്പെടുന്ന തരത്തിലേക്ക് എന്താണ് അധീശത്വം, അധികാരം അവിടെ പ്രകടമാക്കപ്പെടുകയും അത് കോളേജ് യൂണിയൻ്റെ ചെയർമാൻ അടക്കമുള്ള ആളുകളാണ് ഇതിൽ പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. SFI എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഒരു കോളേജിലെ വിദ്യാർത്ഥികളെ മുഴുവനും വിദ്യാർത്ഥികളെ നയിക്കേണ്ട, വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത നേതൃത്വമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ്ങില്. കൂട്ടത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ അധികാരികൾ തന്നെ നിശ്ചയിച്ച റാഗിംഗ് വിരുദ്ധ സമിതിയുടെ തലവനുമാണ് അത്ര ഇവൻ. അതാണ് പ്രശ്നം. അതായത് റാഗിംഗ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഈ പ്രൊഫഷണൽ കോളേജുകൾ ഭീകരമായിട്ടുള്ള റാഗിങ്ങിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ആ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പല ക്യാമ്പസുകളിലും മരണത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വളരെ പ്രശസ്തമായ IIT-കളിൽ പോലും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നടക്കുന്നതിന് ഈ റാഗിങ് വളരെ പ്രധാനപ്പെട്ട കാരണമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് റാഗിങ്ങിനെതിരെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉണരുകയും അങ്ങനെ റാഗിങ് വിരുദ്ധ സമിതി ഉണ്ടാക്കുകയും ചെയ്തു. ആ റാഗിങ് വിരുദ്ധ സമിതിയുടെ നേതാവ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ എന്ത് പ്രസക്തിയാണ് ഇത്തരം കാര്യങ്ങൾ? അതെ, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സാർ, ഈ ക്രിമിനലുകളെ കയറൂരി വിട്ട് അവരുടെ ക്രിമിനൽ മനസ്സ് മാത്രം രാഷ്ട്രീയമായ ശക്തിക്കും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം ഈ ക്രിമിനൽ മനസ്സുള്ള കുട്ടികളെ ഭയപ്പെടുന്ന അധ്യാപക സമൂഹം. ആ അധ്യാപക സമൂഹമാണിപ്പോൾ ഇതിൽ സാക്ഷി പറയാൻ പോലും പലപ്പോഴും തയ്യാറാവാത്തത്. ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതും ഇവരെ പിടികൊടുക്കാതിരിക്കാൻ പോലും രക്ഷിച്ച് നിർത്തിയതിൽ ഈ അധ്യാപകർ പങ്കുവഹിച്ചു എന്ന് പറയും. അല്ല, ഞാൻ പറയുന്നത് അധ്യാപകൻ്റെ മനസ്സുള്ള ഒരു അധ്യാപകനെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു. എന്തായാലും അയാൾ മരണത്തിലേക്ക് നയിക്കില്ല. അതാ അതിനെ ചോദ്യം ചെയ്താൽ മതിയില്ല. ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ സാമാന്യ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും തോന്നും ഇത് ശരിയല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഒരാൾ ചോദിക്കും. ഒറ്റ അധ്യാപകൻ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമായിരുന്നു. കാരണം ഇത് രഹസ്യമായി നടന്നതല്ലല്ലോ, പരസ്യമായിട്ട് അത്ര വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുമ്പിൽ വെച്ച് നടന്ന ആൾക്കൂട്ട വിചാരണയാണ്. ആ ആൾക്കൂട്ട വിചാരണയിൽ ഇടപെടാനും അത് തിരുത്താനും ഒരധ്യാപകൻ പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളത് അധ്യാപക സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, അങ്ങേയറ്റം ലജ്ജാവഹമാണ്. ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ഇഷ്യൂ, വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ ചെയ്തു വരുന്നത്, ഇപ്പോൾ SFI ഒക്കെ കഴിഞ്ഞ കുറേ കാലത്ത് ചെയ്തു വരുന്നൊരു കാര്യം, ഒരു ക്രിമിനൽ കേസിൽ ഒളിച്ചു വെക്കാനും കേസുകൾ തെളിവ് നശിപ്പിക്കാനും കേസുകൾ തേച്ചു മായ്ക്കാനും ഒക്കെയുള്ള എല്ലാ പൊളിറ്റിക്കൽ സംവിധാനങ്ങളും ഉപയോഗിച്ച്, സംഘടനാ സംവിധാനം ഉപയോഗിച്ച്, ആ സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പിടിക്കപ്പെട്ടു. അത് ഒരു കുട്ടി മരിച്ചു കഴിയുമ്പോഴാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് വയനാട്ടിലെ ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും നമ്മുടെ മാധ്യമ ശ്രദ്ധയിൽ പോലും വരില്ല. ഈ ഇഷ്യൂവിൽ ഈ കുട്ടി മരണപ്പെട്ടതിനെ തുടർന്നുള്ള
കേസിൽ പ്രതിയാക്കപ്പെടുമ്പോൾ മാത്രമാണ് SFIക്കാർ പുറത്താക്കപ്പെടുന്നത്. ഇത് മതിയോ? അതല്ല, ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിന് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തയ്യാറാവണ്ടേ? അവനവൻ്റെ ഒന്നപ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ യാതൊരു ചിന്തയില്ല. ഒരു സ്ഥാപനത്തിൽ എല്ലാവരെയും SFI ആക്കി എടുക്കുക, എല്ലാവരെയും അവനവൻ്റെ സംഘടനയിൽ ചേർക്കുക എന്നുള്ളതാണ് നയം. അതിന് പകരം ഇനിയിപ്പോൾ സംഘടനയിൽ ചേർന്നാൽ പോലും ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഓഡിറ്റിംഗ്, ഇവൻ്റെ കൾച്ചർ എങ്ങനെയാണ്, ഇവൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, പഠനം എങ്ങനെയാണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, ഇവൻ്റെ മറ്റു കാര്യങ്ങളും എടുക്കാമല്ലോ, മെറിറ്റ് എടുക്കാമല്ലോ, അവൻ്റെ കയ്യിൽ എന്തൊക്കെയാണ്, പോസിറ്റീവായ സംഗതികൾ എന്തൊക്കെയാണ്, അവൻ്റെ ടാലൻ്റ് എന്തൊക്കെയാണ്. ഇത്തരത്തിൽ യാതൊരു ഓഡിറ്റിങ്ങും എനിക്ക് തോന്നുന്നു പണ്ട് സമ്മേളനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ക്രെഡൻഷ്യൽ. ഇപ്പോൾ അതുപോലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്രെഡൻഷ്യൽ കമ്മിറ്റികൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കാം, ചടങ്ങുകൾ മാത്രമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനവീയ മൂല്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മളൊരു SFI നിരന്തരമായിട്ട് പ്രതിസ്ഥാനത്ത് വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അതിൻ്റെ നേതൃത്വം തീർച്ചയായിട്ടും അതിൽ ഇടപെടുകയും അവരെ തിരുത്തുകയും ചെയ്യണ്ടേ? ഒരു സ്ഥലത്തല്ല, എല്ലായിടത്തും. അതിനൊരു ജാഗ്രത കാണിക്കുന്നു. ആ ജാഗ്രത ഇല്ലാതെ വരികയാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈനംദിനമായി നടക്കുകയാണ് ചെയ്യുന്നത്. സാറ് പറഞ്ഞ പോലെ ഒരു മരണം സംഭവിക്കുമ്പോഴാണ് എല്ലാവരും കൂടി ഞെട്ടുന്നത്. തീർച്ചയായിട്ടും മരണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ സ്ഥിരമായിട്ട് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയത് കുട്ടികളായിരിക്കും തല്ലുപിടിക്കുക, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതാണോ ഇത് ഈ ആൾക്കൂട്ട വിചാരണ പോലെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്? അതെ, വിദ്യാർത്ഥി സംഘടനകളുടെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റിലും വേണ്ടേ സാർ മാറ്റം വരിക? ലീഡർഷിപ്പ് കൂട്ടത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവരാര്, റാങ്ക് കിട്ടുന്നവരാര്, മിടുക്കന്മാരാര്, കുട്ടികൾക്കൊക്കെ നന്നായി പെരുമാറുന്നവരാര്, സ്നേഹിക്കുന്നവരാര്, ജീവകാരുണ്യപരമായ പ്രവർത്തനം, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, ഇതൊന്നും അല്ലല്ലോ മാനദണ്ഡം. തല്ല് കൊള്ളുന്നവനാര്, തല്ല് കൊടുക്കുക ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാൾ, പോലീസിനെ തല്ലാൻ കെൽപ്പുള്ളവനാര്, ഇത്തരത്തിലാണല്ലോ വിദ്യാർത്ഥി സംഘടനയുടെ ലീഡർഷിപ്പിൻ്റെ കൺസെപ്റ്റ്. അല്ല, ഇപ്പം നമ്മൾ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ വരുമ്പോൾ അവിടെ വരുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അതെ, അതിപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിൽ, ഇവിടെ വെറ്റിനറി കോളേജിലൊക്കെ പ്രവേശനം നേടുന്നവർക്ക് നല്ല മെറിറ്റുള്ള കുട്ടികൾക്ക് മാത്രം കയറാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കുട്ടികളാണ് അവർ. പക്ഷേ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ജീർണിച്ചു പോവുകയും ക്രിമിനലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വരുന്നൊരു പ്രക്രിയയാണ്. അതിനെ തടയുക എന്നുള്ളത് വളരെ പ്രധാനം. ഒറ്റയ്ക്ക് ഇവനൊക്കെ വളരെ ദുർബലനായിരിക്കും. നമ്മളീ പറയുന്ന ചെയർമാനും അതേപോലെ തന്നെ സെക്രട്ടറി, അതിനൊക്കെ വളരെ ദുർബലനും ഭീരുവായിരിക്കും, ഓടികളെ അവനൊക്കെ, മനസ്സിലായി. പക്ഷേ അവരുടെ ഒരു ആൾക്കൂട്ട ബലം വരുമ്പോഴാണ് അവർ പിശാചിനെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടായാൽ മാത്രമാണ് ആ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് അംഗീകാരം നൽകാൻ പാടുള്ളതെന്നുണ്ട്. തീർച്ചയായിട്ടും ആ തരത്തിൽ ഒരു സമൂഹ മനസാക്ഷി സമൂഹ മനസാക്ഷി ഉണരുക. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വിചാരണ ചെയ്യുക, അവരെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ നേരിടേണ്ടത് അവരാണ്. ശരിക്കും വിചാരണ നേരിടേണ്ടത് അവരാണ് വിചാരണയ്ക്ക് വിധേയമാക്കുക. SFIയുടെ നേതൃത്വത്തെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.